നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ 13 പ്രതികൾ കുറ്റക്കാരാണെന്ന് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി വിധിച്ചു. പ്രതികൾക്കുള്ള ശിക്ഷ മെയ് 5-ന് കോടതി പ്രഖ്യാപിക്കും. 10 പ്രതികൾക്കെതിരെ UAPA നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. 18 പ്രതികളെ കോടതി കേസിൽ കുറ്റവിമുക്തരാക്കി. പ്രതികളെല്ലാവരും പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ്. ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ തെളിവുകളുടെ അഭാവത്തിലാണ് 18 പേരെ കോടതി വെറുതെ വിട്ടത്. കൃത്യം നിർവഹിക്കുന്നതിലോ പ്രതികളെ സംരക്ഷിക്കുന്നതിലോ ഇവരുടെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് NIA കോടതി കണ്ടെത്തി. എന്നാൽ അധ്യാപകനെതിരായ നീക്കത്തിൽ പങ്കാളികളാവുകയും പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്ത 13 പേർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഇതിൽ 10 പേർക്കെതിരെ UAPA ചുമത്തിയത് കോടതി ശരിവെച്ചു. പ്രതികളെ സംരക്ഷിച്ച 3 പേരെ UAPAയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും മറ്റു വകുപ്പുകൾ ഇവർക്കെതിരെ നിലനിൽക്കും. സ്ഫോടക വസ്തു നിയമപ്രകാരവും പ്രതികൾ കുറ്റക്കാരാണ്. മൊത്തം 13 പേരെ കുറ്റക്കാരായി കണ്ടിട്ടുണ്ട്. അത് വകുപ്പുകൾ ടെററിസവും കോൺസ്പിറസിയും, അതായത് ഭീകരവാദവും ഗൂഢാലോചനയുമാണ് കോടതി കണ്ടിട്ടുള്ളത്. ബാക്കി 5-ാം തീയതിക്ക് ശേഷം സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് പ്രതികൾ നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ NIA കോടതി പൂർണ്ണമായും ശരിവെച്ചു. പ്രതികളുടെ ശിക്ഷ മെയ് 5-ന് കോടതി പ്രഖ്യാപിക്കും. പ്രത്യേക NIA കോടതി ജഡ്ജി P. ശശിധരനാണ് കേസിൽ വിധി പറഞ്ഞത്. ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് 2010 ജൂലൈ 4-നാണ് അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി അക്രമികൾ വെട്ടിമാറ്റിയത്. 1-ാം പ്രതി സവാദും ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ പ്രതി MK നാസറും ഉൾപ്പെടെ 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ വിചാരണ നടത്തും. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. പ്രൊഫസർ ടി.ജെ. ജോസഫ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ O. അബ്ദുള്ള, ശ്രീ ഫക്രുദ്ദീൻ അലി, പോപ്പുലർ ഫ്രണ്ട് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K. സാദത്ത് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ടി.ജെ. ജോസഫ്, താങ്കളുടെ കൈപ്പത്തി വെട്ടിമാറ്റിയ പ്രതികൾക്ക് താങ്കൾ മാപ്പ് നൽകി. അതേസമയം സർക്കാരിനെയും പോലീസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഈ ചോദ്യപേപ്പർ വിവാദത്തിൽ ആരും ഒരു പരാതിയും ഒരു അധികാരസ്ഥാനത്തും കൊടുത്തിരുന്നില്ല. കുറെ ആളുകൾ ബഹളമുണ്ടാക്കി കലാപത്തിന് ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ സ്വയം ഗവൺമെന്റ് കേസെടുത്താണ് എന്നെ അറസ്റ്റ് ചെയ്യുകയും ലോക്കപ്പിലിടുകയും പിന്നീട് ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം മാനേജ്മെന്റ് തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പിന്നീട് പിരിച്ചുവിട്ടു. അതിനിടയിലാണ് ശാരീരികമായിട്ടുള്ള ആക്രമണം എനിക്കുണ്ടായത്. അധികാരികളുടെ ഭാഗത്തു നിന്നും എനിക്കുണ്ടായ അതിക്രമങ്ങളും സങ്കടങ്ങളും വെച്ച് നോക്കുമ്പോൾ ശാരീരികമായിട്ട് എന്നെ മുറിവേൽപ്പിച്ചവരുടെ കൃത്യം എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാഴ്ചപ്പാടിൽ ഏറ്റവും നിസ്സാരമാണ്. മറ്റ് ആളുകൾ അധികാര സ്ഥാനത്തുള്ളവർ, വിവേകമുള്ളവർ എന്നോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അറിയില്ലായ്മ കൊണ്ടോ അജ്ഞത കൊണ്ടോ മറ്റുള്ളവരുടെ നിർദ്ദേശമനുസരിച്ചോ എന്നെ ആക്രമിച്ച ആളുകളുടെ ആ ചെയ്തി പ്രവൃത്തി, അത് ഞാൻ ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ ക്ഷമിച്ചതാണ്. അവരുടെ ആ ചെയ്തിയിൽ എനിക്കിപ്പോൾ അവരോട് യാതൊരുവിധ മനോവിഷമമോ വിദ്വേഷമോ യാതൊന്നുമില്ല. അങ്ങനെ അവരോട് ക്ഷമിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ സമൂഹത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവര് വിവേകമില്ലാതെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഒരുപക്ഷെ അവര് ആയുധമെടുക്കാൻ സന്നദ്ധരായതെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട്. ശ്രീ ടി.ജെ. ജോസഫ്, ഇപ്പോൾ താങ്കളുടെ വീട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തവർ ഈ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരിലുണ്ട്. അതേസമയം ആദ്യമായി താങ്കളുടെ ചിത്രം പത്രങ്ങൾക്ക് നൽകുക, അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകൾക്ക് നൽകുക, അത് ചെയ്തുകൊണ്ട് സ്വയം കേസെടുത്തുകൊണ്ട് സർക്കാരും പോലീസുമാണ് താങ്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് എന്നാണല്ലോ താങ്കളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അങ്ങനെ സർക്കാരും പോലീസും പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയേറെ വഷളാകില്ല എന്നും താങ്കൾ പറയുന്നു. അത് താങ്കൾ ബന്ധപ്പെട്ട ആളുകളെ ആ സമയത്ത് അറിയിച്ചിരുന്നോ? അതായത് ചോദ്യപേപ്പർ വിവാദം ഉണ്ടായ ദിവസം കോളേജ് മാനേജറുടെ തന്നെ നിർദ്ദേശം അനുസരിച്ച്, അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള അഭ്യുദയ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ വീട് വിട്ടു പോയത്. അങ്ങനെ പാലക്കാട്ടുള്ള ഒരു ലോഡ്ജില്
മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് 2-3 ദിവസം ഞാൻ ഒളിവിൽ കഴിയാനാണ് പോയത്. ആ സമയത്താണ് എൻ്റെ ചിത്രം സഹിതം ടിവിയിലും പത്രത്തിലും വാർത്ത വന്നത്. ടി.ജെ. ജോസഫ് എന്ന ആളുടെ പേരില്ലാതെ അന്ന് മറ്റുള്ളവർക്ക് എന്നെ തിരിച്ചറിയാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. ഒരു ലോഡ്ജിൽ താമസിച്ച് ഞാൻ അങ്ങനെ ഒളിവിലിരിക്കുമ്പോഴാണ് എൻ്റെ ചിത്രവും ഒക്കെ ആയി മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഓടി ഒളിച്ചത് പോലീസിനെ ഭയന്നിട്ടല്ല. ശരിക്കും എൻ്റെ വീട് ആക്രമിക്കുകയും എന്നെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന മതമൗലികവാദികളുടെ കൈകളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ ചിത്രവും ഒക്കെ പ്രദർശിപ്പിച്ച് എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് എനിക്ക് വലുതായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തമാണ് അത് താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ താങ്കൾ ഒളിവിൽ താമസിച്ചിരുന്നപ്പോൾ അന്ന് പേര് മാറ്റിയാണ് ആ ലോഡ്ജിൽ താമസിച്ചിരുന്നത്. പക്ഷേ പിന്നീട് താങ്കൾ ആക്രമിക്കപ്പെട്ട ശേഷം ആ പേര് മാറ്റി പറഞ്ഞ കാര്യം തുറന്നു പറയുന്നതിന് വേണ്ടി ആ ലോഡ്ജിലെത്തിയപ്പോൾ ആ ലോഡ്ജ് ഉടമ സുലൈമാൻ വളരെ സ്നേഹപൂർവ്വം താങ്കളോട് പെരുമാറി താങ്കളെ ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ, അതുപോലെ മറ്റ് സംഘടനകളുടെ പ്രവർത്തകർ അവർ വന്ന് ഇത്തരമൊരു ആക്രമണം താങ്കൾക്കുണ്ടായതിൽ അവർ അതിൻ്റെ ഖേദം പ്രകടിപ്പിച്ചു. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് താങ്കൾക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണത്തിൽ വലിയൊരു വിഭാഗം അതിൽ ദുഃഖവും താങ്കളോടൊപ്പം ചേരുകയും ചെയ്തു എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? പറഞ്ഞതിൽ അല്പം രസമുണ്ട്. ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിന്റെ ഉടമസ്ഥനല്ല, മറിച്ച് അവിടുത്തെ റൂം ബോയ് ആണ് സുലൈമാൻ. അദ്ദേഹമാണ് ഞാൻ വീണ്ടും അവിടെ ചെന്നപ്പോൾ എൻ്റെ മുറിവുകളിൽ തലോടുകയും എന്നെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. മുസ്ലിം സമുദായത്തിലെ പല ഒറ്റപ്പെട്ട ആളുകളും ഞാൻ കിടക്കയിലായ സമയത്ത് എണീറ്റ് നടക്കാനാവാതിരുന്ന കാലത്ത് എന്നെ കാണാൻ വരികയും അവരുടെ സമുദായത്തിൽപ്പെട്ടവർ ചെയ്ത അതിക്രമത്തിന്റെ പേരിൽ എന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ വെച്ച് കാണുന്ന ചില ആളുകൾ, ചില മുസ്ലിം സഹോദരങ്ങൾ എന്നോട് സാറിനോട് തങ്ങളുടെ സമുദായം ചെയ്തതിൽ ലജ്ജിക്കുന്നു, ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടകളിലൊക്കെ ഞാൻ സാധനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ മീൻകാരനും അതുപോലെ മറ്റ് കച്ചവടക്കാരും ഒക്കെ എനിക്ക് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ മീനിന്റെ പോലും വില വാങ്ങിക്കാതിരുന്നിട്ടുണ്ട്. പല വിട്ടുവീഴ്ചകളും അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിലെ എല്ലാവരെയും ഇതിന് പേരിൽ ആക്ഷേപിക്കാൻ ഞാൻ ആളല്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഇതുപോലുള്ള ഒരു ഹീനകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തമാണ്. അതേസമയം ഇപ്പോൾ താങ്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു, മുസ്ലിം സമുദായത്തിലെ ഒരു ചെറിയ വിഭാഗം, മറ്റൊരു വിഭാഗം ആശ്വാസവും സ്നേഹവും തലോടലുമായി താങ്കൾക്കൊപ്പമുണ്ടായിരുന്നു എന്ന്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ഗർഷോമിൻ്റെ കഥാനായകൻ ദൈവവുമായി സംസാരിക്കുന്ന ഒരു രംഗം, അതാണല്ലോ പി.ടി. കുഞ്ഞു മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളത്. അത് ഡിഗ്രിക്കും MA-ക്കും എല്ലാം പഠിക്കാൻ വേണ്ടി ആ പുസ്തകം തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിലൊരു ഭ്രാന്തൻ സ്വയം ദൈവത്തോട് സംസാരിക്കുകയും ദൈവമായി സ്വയം പെരുമാറുകയും ചെയ്തുകൊണ്ടുള്ള ചോദ്യോത്തരം, അതിൽ ആ ഭ്രാന്തൻ്റെ സ്ഥാനത്ത് മുഹമ്മദ് എന്ന് ചേർക്കുകയും ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ ഇത് ചെയ്യുകയും ചെയ്തത്, അത് ഇന്ന് താങ്കൾക്ക് അതിലും അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ, അതോ അത് ശരിയായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? അതിലൊരു തെറ്റും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോഴും ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അത് വിശ്വാസം മാത്രമല്ല, എൻ്റെ ഒരു ധാരണ തന്നെയാണ്. അതായത് മുഹമ്മദ് എന്ന പേര് നമ്മുടെ കേരളത്തിൽ ഒരിക്കലും മുഹമ്മദ് നബിയെയോ പ്രവാചകനെയോ കുറിക്കാൻ വേണ്ടിയിട്ട് നാം ഉപയോഗിക്കാറില്ല. പ്രവാചകനെ കുറിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ പ്രവാചകൻ എന്ന് പറയും, അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്നാണ് പറയാറുള്ളത്. അല്ലാതെ മുഹമ്മദ് എന്നുള്ള ആ വാക്ക് ഒരു വ്യക്തിനാമമാണെന്നാണ് മലയാളത്തിലെ എല്ലാ ഡിക്ഷണറികളിലും ഉള്ളത്. നബിയോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയോ എന്ന് പറഞ്ഞാൽ മാത്രമേ അതൊരു മതാചാര്യനെ കുറിക്കുള്ളൂ എന്നും ആണ് നിഘണ്ടുക്കൾ. അതല്ല ശ്രീ ടി.ജെ. ജോസഫ്, അതിൽ വരുന്നൊരു കാര്യം, ഇപ്പോൾ ഞാനിന്ന് പി.ടി. കുഞ്ഞു മുഹമ്മദുമായി സംസാരിച്ചിരുന്നു. ഒരു ഭ്രാന്തൻ ദൈവവുമായി സംസാരിക്കുന്ന രീതിയിൽ, എൻ്റെ നാട്ടിലൊരു ഭ്രാന്തനുണ്ടാകും. ഭ്രാന്തൻ സ്ഥിരമായി ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ വിളിക്കും, പടച്ചോനെ പടച്ചോനെ. അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി എന്താടാ നായിൻ്റെ മോനെ എന്നാണ്. ഈ രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഭ്രാന്തൻ ആ രീതിയിൽ പെരുമാറുന്നു എന്ന് പുസ്തകത്തിലുള്ളപ്പോൾ
അതിൽ ആ സിലബസിൽ നിന്ന് ആ ഭാഗം എടുത്തു ചേർക്കുന്നതിന് പകരം അവിടെ ആ ഭ്രാന്തിന് പകരം മുഹമ്മദ് എന്ന് ചേർത്തതിൽ സാധാരണ നമ്മൾ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ സിലബസ് ആണല്ലോ ഉൾപ്പെടുത്തുക, അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചു പോയി എന്ന് താങ്കൾക്ക് തോന്നലുണ്ടോ? ഞാനത് ഇന്ന് കുഞ്ഞു മുഹമ്മദുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പോരായ്മയല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് ആളുകൾക്ക് ഉണ്ടായത്. അതിന്റെ പേരിലാണ് ഇങ്ങനത്തെ ഒരു വിവാദം ഉണ്ടായത്. അതായത് ഭ്രാന്തൻ എന്നുള്ള ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. അതായത് ആ ലേഖനം മുഴുവനായിട്ടല്ല എന്റെ ചോദ്യത്തിൽ വരുന്നത്. എന്റെ ചോദ്യത്തിൽ ഒരു പാസേജ് മാത്രം, ഒരു സംഭാഷണ ശകലം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം അതിനു മുമ്പുള്ള ആമുഖമൊന്നും എനിക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അതായത് ചിഹ്നത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാസേജ് എടുത്തപ്പോൾ ഭ്രാന്തന് പകരം ഒരു പേര് കൊടുക്കുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പേരാലോചിച്ചപ്പോൾ പടച്ചോനെ എന്ന് വിളിക്കുന്ന ആളായതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഒരാളുടെ പേര് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന പേര് മുഹമ്മദ് എന്നാണ്. ശ്രീ ടി ജെ ജോസഫ് വളരെ വ്യക്തമാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതായത് പടച്ചോനെ എന്ന് വിളിക്കുന്നത് മുസ്ലിമാണ് എന്ന് താങ്കൾക്കറിയാം. ആ മുഹമ്മദിൻ്റെ പേര് തന്നെ അതിലേക്ക് വരുന്നു. ഞാൻ അതാണ് ചോദിച്ചപ്പോൾ കുഞ്ഞു മുഹമ്മദിനോട് പറഞ്ഞപ്പോൾ കുഞ്ഞു മുഹമ്മദ് ഒരു ഭ്രാന്തൻ്റെ സ്വയം സംഭാഷണവും ജൽപ്പനവുമായി ആ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഭാഗത്തിൽ ഇത് പടച്ചോനെ എന്ന് വിളിക്കുന്ന മുസ്ലിമാണെന്നും അവിടെ അപ്പോൾ മുഹമ്മദ് എന്ന് ചേർക്കുകയും ചെയ്തു. അതിൽ നിന്നാണല്ലോ പല വിദ്യാഭ്യാസ നിലവാരമുള്ള പല സാമൂഹ്യ തലങ്ങളിൽ നിൽക്കുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾ അവർക്ക് മാപ്പ് കൊടുത്തു, താങ്കളെ സർക്കാരും പോലീസുമാണ്, അപ്പോൾ ഒരു തുറന്ന അവസ്ഥയാണല്ലോ, അപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നൊരു കാര്യമാണ് ഞാനത് ചോദിക്കുന്നത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് സംഭവിച്ച അനർത്ഥങ്ങളും മറ്റ് ദുരന്തങ്ങളും ഓർക്കുമ്പോൾ ഒരു പക്ഷേ തോന്നിയേക്കാം. പക്ഷേ ഒരു അധ്യാപനമില്ല. ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യ അധ്യാപകന്റെ സ്വാതന്ത്ര്യം വെച്ച് നോക്കുമ്പോൾ അതൊരു തെറ്റില്ല. അതായത് രാമൻ കൃഷ്ണൻ എന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ ഗ്രാമർ ചോദ്യങ്ങളൊക്കെ ചേർക്കാറുണ്ട്. വ്യക്തമാണ്, ഒരു വ്യക്തി ആ ദുരന്തം അനുഭവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അധ്യാപകൻ എന്ന നിലയിൽ ആ എടുത്ത സമീപനം ശരിയായിരുന്നു എന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ടി ജെ ജോസഫ് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിമാറ്റിയവർക്ക് മാപ്പ് കൊടുത്തു. പക്ഷേ സർക്കാരിനെയും പോലീസിനെയും ഈ പ്രതികൾക്ക് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്, അദ്ദേഹത്തിനെതിരെ കാര്യം മനസ്സിലാക്കാതെ കേസെടുത്തത്, അതിനുശേഷം ജാമ്യമില്ലാതെ അകത്തിട്ടത്, അങ്ങനെ ഇയാളൊരു കുറ്റവാളിയാണ്, ഇയാളുടെ കൈവെട്ടു എന്ന സന്ദേശം നൽകിയത് അത് സർക്കാരാണ് എന്ന ഒരു നിലപാടാണ് പ്രൊഫസർ ടി ജെ ജോസഫിനുള്ളത്. സർക്കാരിന് സമൂഹത്തിന് വീഴ്ച പറ്റിയോ? സർക്കാരിനും സമൂഹത്തിനും മാത്രമല്ല, ഇതിൽ വീഴ്ചക്കാരായ പലരുമുണ്ട്. തൊടുപുഴയിലെ ഒരു ക്ലാസ് മുറിയിൽ 30 വിദ്യാർത്ഥികൾക്കുള്ളിൽ പരിമിതമായി വിതരണം ചെയ്യപ്പെട്ട ചോദ്യക്കടലാസ് അവർക്കാർക്കും ഒരു ആക്ഷേപവും തോന്നിയില്ല. അത് ആക്ഷേപകരമാക്കി മാറ്റിയത്, ഈ മതഭ്രാന്തന്മാർക്ക് അവരുടെ പന്തങ്ങൾ കൊളുത്തുന്നുള്ള കടലാസാക്കി മാറ്റിയത് അത് മാധ്യമപ്രവർത്തകരാണ്. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് പോലീസിന്റെ കേസ്. ആ പോലീസ് ഇപ്പോൾ ജോസഫ് പറഞ്ഞല്ലോ, ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് വിട്ടുനിന്നു. ആ കാലയളവിൽ അദ്ദേഹത്തിന്റെ മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനാക്കി. ആ കോളേജ് മാനേജ്മെന്റ് അവർക്ക് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ഒന്നും പാഠം അറിയില്ല. കാർഡിനൽ ന്യൂമാന്റെ പേരിലുള്ള ആ കോളേജ് വളരെ പ്രാകൃതമായ ഒരു സമീപനം ഈ വിഷയത്തിൽ സ്വീകരിച്ചു. അതിനൊക്കെ ശേഷമാണല്ലോ ഇപ്പോൾ ഇവിടെ കോടതി ഇടപെട്ടത്. കോടതി 2 ഘട്ടത്തിൽ, ഒന്ന് ജോസഫിന്റെ ഈ ചോദ്യക്കടലാസ് അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നൊരു നിലപാട് കോടതി ആദ്യമേ സ്വീകരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചവരെ ശിക്ഷിച്ചുകൊണ്ട് കോടതി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഒരു സമാശ്വാസകരമായ വാർത്ത നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ജോസഫിനെ നമുക്ക് മാറ്റി നിർത്താം, ആ ചോദ്യക്കടലാസും മാറ്റിവയ്ക്കാം. പക്ഷേ നമ്മൾ ഒന്ന് സ്വയം പരിശോധിക്കേണ്ടതായ, വിലയിരുത്തേണ്ടതായ ഒട്ടേറെ വിഷയങ്ങൾ, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ മതനിരപേക്ഷത, സഹിഷ്ണുത, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. വ്യക്തമാണ്. ശ്രീ കെ സാദത്ത്, ഈ പോപ്പുലർ ഫ്രണ്ട് ഇത് ചെയ്തതിൽ അദ്ദേഹം അത് മാപ്പ് നൽകി, നിങ്ങളുടെ പ്രവർത്തകർക്ക് മറന്നു. സർക്കാരും ഈ സമൂഹത്തിലെ മതേതര ശക്തികളുടെ ദുർബലാവസ്ഥ, രാഷ്ട്രീയത്തിൻ്റെ ദൗർബല്യം ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുകയും മതേതരത്വം വളർത്തുന്നതിന് വേണ്ടി പൊതുസമൂഹവും സർക്കാരും പോലീസുമെല്ലാം ജനക്കൂട്ടത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിനപ്പുറം ഒരു സ്ഥിരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതാണ് ടി ജെ ജോസഫ് ഉന്നയിക്കുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് മാപ്പ് നൽകി, പക്ഷേ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ?
പ്രകാശ്, ഈ വിഷയം ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഒരു സമുദായത്തിന്റെ വിഷയമായി ഞങ്ങൾ കാണുന്നില്ല. ഇവിടെ മൂവാറ്റുപുഴ വിഷയത്തിൽ കേരള പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേത് ലോക ജനത ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകന് അതിനിഷ്ടമായ വളരെ മോശമായ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് നിന്ദിച്ച ഒരു കേസ്. അതേപോലെ തന്നെ ആ കേസിന്റെ തുടർച്ചയായി അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ഏതാനും ചെറുപ്പക്കാർ അദ്ദേഹത്തെ ആക്രമിച്ച ഒരു കേസും. ഈ 2 കേസുകളെയും നമ്മുടെ നാട്ടിലുള്ള പൊതുവായ നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ ജോസഫ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ചെയ്ത ആ കാര്യം അത് ലോക ജനതയ്ക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക് വിഷമവും പ്രയാസവും ഉണ്ടായ ഒരു കാര്യമാണെന്ന് ബോധ്യമായിട്ടും ആ കാര്യത്തിൽ എനിക്ക് എന്റെ നിലപാടാണ് ശരിയെന്ന് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നു. ഒരു ബക്സർ സമൂഹത്തിൽ വ്യത്യസ്ത സമുദായങ്ങളും മതവിഭാഗങ്ങളും ജനങ്ങളുമുള്ള സമുദായത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന്, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാവുന്ന, തലമുറകളെ വാർത്തെടുക്കുന്ന ഒരു അധ്യാപകരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല അത്. തീർച്ചയായിട്ടും ആ പ്രൊഫസറെ ആക്രമിച്ച കേസും അതുപോലെ തന്നെ ആ പ്രവാചകനെ മോശമായി നിന്നിച്ച ആ കേസിനെയും 2നെയും രാജ്യത്തെ പൊതുവായ നിയമാവലിയിൽ നിന്നുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അന്നും ഇന്നും വളരെ വ്യക്തമായ നിലപാടുകളുണ്ട്. ഇവിടെ ശ്രീ സാദത്ത്, നിങ്ങളുടെ 5 പ്രവർത്തകരെ ഇപ്പോഴും പിടികിട്ടാനുണ്ട്. ഇപ്പൊ NIA വിചാരിച്ചിട്ടും അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നിയമവാഴ്ചയെ അംഗീകരിക്കുന്നവരാണെങ്കിൽ അത് കോടതിയുടെ നിയമത്തിൻ്റെ മുന്നിൽ അവർ ഹാജരാകാനും കോടതി വഴി അതിൽ ഒരു വിചാരണയ്ക്ക് വിധേയരാകാനും തയ്യാറാകേണ്ടതല്ലേ? മറ്റൊന്ന്, ഇപ്പോൾ പല കാര്യങ്ങളിലും തെറ്റായ കാര്യം വരുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് കേരളം. ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ തകർച്ച, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ, ഗുജറാത്ത് കലാപം, കേരളത്തിലെ പൊതുസമൂഹം അതിൽ ഫാസിസത്തിനെതിരായി, തെറ്റായ കാര്യങ്ങൾക്കെതിരായി രംഗത്തുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആയുധം കയ്യിലെടുത്ത് ഇത് ഞങ്ങൾ തന്നെ അങ്ങോട്ട് തീർത്തേക്കാം എന്ന രീതിയിലേക്ക് മാറുന്നു? അതിൽ ഒരു ഏറ്റുപറച്ചിലിന്, ഇപ്പോൾ ജോസഫ് ചെയ്തതുപോലെ ഒരു തുറന്നു പറച്ചിലിന് നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? പ്രകാശ്, ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിക്കോ ഒരു പ്രവർത്തനത്തിനോ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമിച്ചിട്ടില്ല. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമാണ്, വിശാലമാണ്, ഓപ്പണാണ്. ഇവിടെ വിഷയം പ്രവാചകനെ നിന്ദിച്ച ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൽ വേദന തോന്നിയ അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ചില ചെറുപ്പക്കാർ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. വ്യക്തമാണ്, അത് താങ്കൾ ആവർത്തിക്കുന്നതാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, അങ്ങനെ വേദന തോന്നിയവർ ഇങ്ങനെയാണോ ഇടപെടേണ്ടത്? ഏതെങ്കിലും ഒരു പ്രൊഫസർ ഒരു ചോദ്യക്കടലാസിൽ മുഹമ്മദ് എന്ന പേര് ചേർത്താൽ അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് എഴുതിയാൽ തകർന്നു പോകുന്നതാണോ ഇസ്ലാമും ഇസ്ലാമിൻ്റെ തത്വസംഹിതയും? അതങ്ങനെ തകർന്നു പോകുന്നതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മതം ഇപ്പം വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വ്യാപിച്ച് ലോകത്ത് ആകപ്പാട് എല്ലാ പ്രദേശങ്ങളിലുള്ള വലിയ ലോകമതമായി മാറുമായിരുന്നു. ഇസ്ലാം മുഹമ്മദ് നബിക്ക് അരുളപ്പാടുണ്ടാകുകയും ഇസ്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളെ വ്യാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് പടയോട്ടങ്ങളുടെ കാലഘട്ടത്തിൽ സൂഫി വര്യന്മാരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും വിവിധ രീതിയിൽ മതത്തെ തകർക്കാനുള്ള ശ്രമം പല ആളുകളും നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഭീകരമായി നടത്തിയിട്ടുള്ളത് പോർച്ചുഗീസുകാരും ഏറ്റവും നല്ല രീതിയിൽ ഇസ്ലാമിനെ സ്വീകരിച്ച ഇന്ത്യക്കാരുമാണ്. പോർച്ചുഗീസുകാർ ഖുർആനൊക്കെ കീറിക്കളയും മുഹമ്മദ് നബിനെയൊക്കെ തെറി വിളിച്ചെടുക്കുക. എന്നിട്ട് ഈ മതം അതിനുശേഷം ശക്തിപ്പെടുത്താൻ നമ്മൾ കണ്ടത്. ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായി ഇന്തോനേഷ്യ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കൂടുതൽ താഴെക്കടയുള്ള ഹരിജനങ്ങളായ ഹിന്ദുസ് കൂടുതൽ ഇസ്ലാമിലേക്ക് യാതൊരു തരത്തിലുള്ള സമ്മതവും ഇല്ലാതെ ത്രിപുരിൻ്റെ ചെറിയൊരു കാലഘട്ടം വെച്ച് നിർത്തിയാൽ കൺവേർട്ട് ചെയ്യപ്പെട്ടത്. അപ്പം
അതൊന്നും അല്ല പ്രശ്നം, അങ്ങനെ തകരുന്നൊന്നും അല്ല ഇസ്ലാം. ഇത് ഇവരുടെ വിവരക്കേട്, ഇവരുടെ ആത്യന്തികമായ ഗൂഢ താല്പര്യമാണ്. ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഏതാണ്ട് ഒരു കൺസർവേറ്റീവ് മുസ്ലിം പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗ് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ കേരളത്തിലുള്ള ഒട്ടാകെ തന്നെ ഒരു സ്വാധീനം മുസ്ലിങ്ങളുടെ ഇടയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസിലേക്ക് ഇവർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവരെ പോലുള്ള ചില ആളുകൾ, ചില പുത്തൻ കൂറ്റുകാർക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കണം. അതിന് അവരൊരു മാർഗ്ഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മാതാപുരം കലാപമായിട്ട് ബന്ധപ്പെട്ട് CPM-ന്റെ വിനുവിനെ വെട്ടിക്കൊന്നതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അധ്യാപകന് നിർഭാഗ്യവശാൽ ഒരു അബദ്ധം പറ്റുന്നത്. ഈ വിവരം കേട്ടവർക്ക് അറിയില്ല, മുഹമ്മദ് പറഞ്ഞാൽ എൻ്റെ പേര് മുഹമ്മദാ, എന്നൊരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് പ്രവാചകനെ ചീത്ത വിളിക്കാന്നൊക്കെ ഓരോരുത്തരും ചിന്തിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? അതുപോലെ രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ എന്നാരെയും വിചാരിച്ചാൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. രാമന് ഒന്നും ചെയ്യാൻ പറ്റില്ല, മുഹമ്മദ് നബിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇവർക്ക് അറിഞ്ഞുകൂടായിട്ടല്ല. ഇവർ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് പാടിക്കുന്ന പോലെ ഈ പിള്ളേരെ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ ഒരു കമ്മ്യൂണൽ മൊബിലൈസേഷൻ സാധ്യമാക്കിക്കൊണ്ട് കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അവിടെ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ RSSും BJP ഉണ്ട്. ഇവിടെ ഞങ്ങളെ ഉള്ളൂ എന്ന മെസ്സേജ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ VV രാജേഷ്, ഇതിൽ ഇന്ന് TJ ജോസഫ് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആൾക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദമുണ്ടല്ലോ, അത് വോട്ട് ബാങ്കിൻ്റെ സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിൻ്റെ മുന്നിൽ ഇടതു മുന്നണിയാകട്ടെ വലതു മുന്നണിയാകട്ടെ ഒരു ശരി തെറ്റിൻ്റെ ഒരു വേർതിരിവ് എടുക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ, ഒരു നിലപാടെടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആൾക്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു. അതൊരു ബലമായി മാറുന്നു. ആൾക്കൂട്ടത്തിന് എന്തും ചെയ്യാം. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ നിലപാടുകൾക്ക് അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നൊരു അവസ്ഥ പലപ്പോഴും സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നും അതുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രൊഫസർ ജോസഫിൻ്റെ ഈ നിലപാടിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും പ്രൊഫസർ ജോസഫ് പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ അതിനെ സമ്പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു. കാരണം TJ ജോസഫിൻ്റെ കയ്യിൽ വോട്ട് ബാങ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഗവൺമെൻറ്റും പോലീസും മാത്രമല്ല, ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രമല്ല, കോളേജ് മാനേജ്മെൻറ്റും തികഞ്ഞ അനാസ്ഥ പ്രകടിപ്പിക്കുകയും ഈ അക്രമികളുടെ മുൻപാകെ TJ ജോസഫിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ ശാരീരികമായി പീഡിപ്പിക്കുവാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഈ കേസ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അന്ന് കേരളം ഭരിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഈ പ്രതികളുടെ സംഘടനയുമായി പരോക്ഷമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണമുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് കോടതി ചില പ്രതികളെ വെറുതെ വിട്ടപ്പോഴേക്കും പറഞ്ഞിട്ടുള്ളത് പ്രോസിക്യൂഷന് അവർക്കെതിരായുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ അപകടം ഈ കേസിലെ അതായത് കൈ വെട്ടുന്നതിന് നേതൃത്വം കൊടുത്ത 1-ാം പ്രതി സവാദ്, അതോടൊപ്പം തന്നെ 28-ാം പ്രതി നാസർ, ഇവർ രണ്ടുപേരും ഉൾപ്പെടെയുള്ള 5 പ്രതികളെ ഇന്നും പിടികിട്ടിയിട്ടില്ല. കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ലോക്കൽ പോലീസും പിന്നീട് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചും നേരത്തെ പറഞ്ഞ ആൾക്കൂട്ടത്തിൻ്റെയും വോട്ട് ബാങ്കിൻ്റെയും സമ്മർദ്ദ ഫലമായി ഈ പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ TJ ജോസഫിനെ ഒരുപക്ഷെ സമൂഹത്തെ ഇല്ലെങ്കിൽ ഈ അക്രമികളെ ഭയന്നിട്ടായിരിക്കാം TJ ജോസഫിനെ കോളേജ് മാനേജ്മെന്റും അക്രമികൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ജോസഫ് തെറ്റുകാരൻ വ്യക്തമാണ്. ശ്രീ VV രാജേഷ്, അതായത് എപ്പോഴും സംഘടിത മതങ്ങൾ, അത് രൂപതയാകട്ടെ, അതല്ലെങ്കിൽ ഇസ്ലാമാകട്ടെ, അതല്ലെങ്കിൽ സംഘപരിവാറാകട്ടെ, എപ്പോഴും മതത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പൊതുവായി നാളെ തങ്ങൾക്ക് നേരെ ഉയരാം എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഐക്യം പ്രകടിപ്പിക്കാറുണ്ട്. ശ്രീ O അബ്ദുള്ള, തസ്ലീമ നസ്രീൻ ഉൾപ്പെടെയുള്ള വിവാദങ്ങളുടെ സമയത്ത് താങ്കൾ നേരത്തെ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവ എടുത്തിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിമർശനം കൊണ്ട് തകർന്നു പോകുന്നതാകട്ടെ ഇസ്ലാമും പ്രവാചകനും അള്ളാഹുവും എന്ന ഒരു ഭയമില്ല എന്ന നിലപാട്. ആ നിലപാടല്ലേ ഉയർത്തിപ്പിടിക്കേണ്ടത്? മറ്റ് തെറ്റുകൾ പറ്റിയേക്കാം സഹോദര സമുദായ അംഗങ്ങൾക്ക്, അതല്ലെങ്കിൽ വ്യക്തികൾക്ക് തെറ്റുകൾ പറ്റിയേക്കാം. പക്ഷേ ഒരു തിരുത്തലായി പ്രബോധനത്തിൻ്റെ പാത, അതല്ലാതെ കൈയും കാലും അറുത്തു മാറ്റുന്ന രീതി, അത് ആശാസ്യമാണോ? അല്ല, ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതുകൊണ്ട് അത് തകർന്നു പോകുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ മതവിശ്വാസികൾക്കും ഇത് ബാധക. ഉദാഹരണമായി കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാനവാസ് MP പാർലമെന്റ് ലോക്സഭയിൽ പറയുകയുണ്ടായി, പശുവിനോട് അനാദരവ് കാണിക്കുകയോ അല്ലെങ്കിൽ അതിനെ അറുക്കാൻ ശ്രമിക്കുകയോ ചെയ്തതിന്റെ പേരിൽ ഒരു യുവാവിനെ വൈദ്യുതി കാലിൽ കെട്ടിയിട്ടുകൊണ്ട് വരിഞ്ഞു മുറുക്കി ഭയങ്കരമായി പീഡിപ്പിക്കുന്ന ഫോട്ടോ ഞാൻ ഈ ലോകസഭ മുമ്പാകെ കാണിക്കുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി അവർക്കെതിരെ നടപടിയെടുക്കുമോ? ഒരു പശുവിനോട് അനാദരവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു മതം തകർന്നു പോകുമോ?
അതുപോലെ തന്നെ എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കുമ്പോൾ അതുകൊണ്ട് ഇസ്ലാമിന്റെ ഗോപുരം തകരുമോ, കഅബ അവിടെ നിന്ന് ഇല്ലാതായി പോകുമോ എന്നതൊന്നും ഒരു പ്രസക്തമായ ചോദ്യമല്ല. രണ്ട് കാര്യങ്ങളാണ് എന്റെ ദൃഷ്ടിയിൽ. ഒന്ന്, ഈ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന് പറയുന്നത് പോലെ മിസ്റ്റർ ജോസഫിന് ഇതുവരെയും ഈ സംഗതി തെറ്റാൻ തോന്നിയിട്ടില്ല. അദ്ദേഹം മുഹമ്മദ് എന്ന പേര് വെറുതെ അങ്ങ് എല്ലാവർക്കും കേരളത്തിൽ ഒരുപാട് മുഹമ്മദ് ഉണ്ട്, മുഹമ്മദിനേക്കാൾ അധികം പ്രചാരത്തിലുള്ള പേരുകൾ ഇവിടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ആദരിക്കപ്പെടുക എന്ന് പറയുന്നുണ്ടെങ്കിൽ മുഹമ്മദിനെ പറ്റി ആളുകൾ ഇസ്ലാം മത വിശ്വാസികളുടെ ആ വിശ്വാസത്തിനെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ സമയമില്ല. എന്ത് പറയുമ്പോൾ ഫിദാക്ക അബീവോ ഉമ്മി, ഞാൻ എന്റെ ബാപ്പയെയും ഉമ്മയും എന്റെ അച്ഛനെയും അമ്മയും താങ്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ശൈലിയാണ് ഇസ്ലാമിലുള്ളത്. അപ്പൊ അത് അദ്ദേഹം ചെയ്തത് തെറ്റാണ്. ഒരു പ്രൊഫസർ എന്ന നിലയ്ക്ക്, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരിക്കലും അയാളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നീചമായ സംഗതി ഉണ്ടാവാൻ പാടില്ല. രണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാരെ ആരും ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല ഇസ്ലാമിക ശരീരം നടപ്പാക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അതിന് മറുപടി എഴുതുക, അല്ലെങ്കിൽ മറുപടി പ്രസംഗം നടത്തുക, അല്ലെങ്കിൽ ചാനലിലൂടെ പറയുക എന്നല്ലാതെ ആരാ ഇവരെ ഏൽപ്പിച്ച ശരീഅത്ത് നിയമം നടപ്പാക്കുക എന്നത് ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതുപോലും കൈവെട്ടുക എന്നത് പ്രവാചകനെ പറ്റിയോ മറ്റോ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൈവെട്ടാനുള്ള യാതൊരു നിയമവും ഇസ്ലാമിലില്ല. ഏത് ആശയത്തിൽ നിന്നാണ് ഇവർക്ക് ഇതിന് പ്രചോദനം കിട്ടിയതെങ്കിൽ അത് അവർ വെളിപ്പെടുത്തണം. അങ്ങേറ്റത്തെ തീവ്രതയാണ് ഇത് ഉണ്ടാക്കിയത്. ഈ കേരളീയ സമൂഹത്തിൽ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ അന്നടപടിയും കാരണമായിട്ടുണ്ട്. കോടതി നിരീക്ഷിച്ചതുപോലെ സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള നടപടിക്ക് ഉത്തരവാദി യഥാർത്ഥത്തിൽ ജോസഫാണ്. ജോസഫിന്റെ നടപടിയെ തുടർന്നുണ്ടായ നടപടിയും അതുപോലെ തന്നെ വ്യക്തമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചുരുങ്ങിയ വാക്കുകൾ ഇപ്പോൾ ശ്രീ ഒ അബ്ദുള്ള വിശദീകരിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. അതായത് ഒരു ബഹുസ്വര സമൂഹത്തിൽ അന്യമതസ്ഥരെ, അവരുടെ ആരാധനാ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ ദേവതകളെ അതിനെ വിമർശിക്കുമ്പോഴും പാഠപുസ്തകത്തിലേക്കാണെങ്കിലും ചോദ്യപേപ്പറിലേക്കാണെങ്കിലും തെരുവിലേക്കാണെങ്കിലും വലിച്ചിഴയ്ക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണ്ടതല്ലേ, ഒരു കരുതൽ വേണ്ടതല്ലേ? ചുരുങ്ങിയ വാക്കുകളിൽ സമയക്കുറവ് മൂലം. തീർച്ചയായിട്ടും ആ കരുതൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ വളരെയേറെ ജാഗ്രത വാക്കുകളുടെ ഉപയോഗത്തിൽ നാം പാലിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാകാം, തെറ്റാകാം, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഫ്രാൻസിലെ പാരീസിലെ ആ കാർട്ടൂൺ മാസിക മുതൽ ഇവിടെ ഈ ജോസഫിൻ്റെ സംഭവം വരെ എവിടെയും ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നത്തക്ക രീതിയിൽ ഉള്ളൊരു നടപടിയും സമീപനവും ഉണ്ടാകുന്നു. അത് ഇസ്ലാമിൻ്റെ പൊതു സമീപനം അല്ല എന്ന് ശ്രീ അബ്ദുള്ള പറയുമ്പോൾ അത് ശരിയായിരിക്കാം, പക്ഷേ പ്രയോഗത്തിൽ നമ്മുടെ അനുഭവം മറിച്ചാണ്. വളരെ വ്യക്തമാണ് നിലപാടുകൾ. ഇതിൽ കുറച്ചുകൂടി വ്യക്തത പൊതുസമൂഹത്തിൽ വരുത്തേണ്ടതുണ്ട്. കൈവെട്ടിനെ ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒഴികെയുള്ള എല്ലാവരും വിമർശിക്കുന്നു. അതേസമയം ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും കരുതലെടുക്കേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ ടി ജെ ജോസഫ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ഒ അബ്ദുള്ള, ശ്രീ ഫക്രുദ്ദീൻ അലി, പോപ്പുലർ ഫ്രണ്ട് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സാദത്ത്, BJP വക്താവ് ശ്രീ VV രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.